പോവുകയാണ്. അഡ്വക്കേറ്റ് സമീറ വീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ ഇരിക്കാൻ ഏറ്റവും യോഗ്യയായ ഒരാൾ കൂടിയാണ്. കാരണം സ്വന്തം മകനെ കൂടി ഉൾപ്പെടുത്തിയുള്ള കണ്ടന്റ് ക്രിയേഷൻ നമ്മളെല്ലാവരും കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിന് ഒരുപാട് പേര് അമ്മമാരും ഒക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അഡ്വക്കേറ്റ് സമീറ വീസ്, താങ്കളൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ഒരു വിഷയത്തിന് ശേഷം ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിരുന്നു. ഭയങ്കര മോശമായിട്ടാണ് അവൻ ബിഹേവ് ചെയ്തത്, അവൻ്റെ വളർത്തു ദോഷമാണ് എന്ന രീതിയിലൊക്കെയുള്ള കണ്ടന്റ് ക്രിയേഷൻ നമ്മൾ കണ്ടിരുന്നു. അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു അമ്മ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നതിൽ ഒരു ആശങ്കയും ആശയക്കുഴപ്പവും ഒക്കെ പുതിയ പാരൻസിനുണ്ട്. അശ്വതി, പുതിയ പാരന്റ്സ്, പുതിയ കുട്ടികൾ, പുതിയ തലമുറ എന്നുള്ളത് ഇത് വർഷകാലങ്ങളായി കേട്ട് തന്നെ വരുന്നതാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്റെ പാരന്റ്സ്, അവര് കുട്ടിയായിരുന്നപ്പോൾ അവരുടെ പാരന്റ്സ് ഒക്കെ, ഈ കാലഘട്ടത്തിലെ കുട്ടികൾ, പുതിയ പാരന്റ്സ്, പുതിയ കുട്ടികൾ, ഈ സംസാരം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുട്ടി സാഹചര്യത്തിനനുസരിച്ച് ബിഹേവ് ചെയ്യുക, പെരുമാറുക എന്നുള്ളത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത് പ്രൈമറിലി പാരന്റ്സിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. കുട്ടി അത് തന്നെ പഠിച്ചെടുക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ മലമൂത്ര വിസർജനം നടത്തുന്നത് ടോയ്ലറ്റിൽ, വാഷ്റൂമിലല്ല. പക്ഷെ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുന്നു. അവർ ഭക്ഷണം കഴിക്കാൻ, വാരി കഴിക്കാൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നു. അവർക്ക് ABCDയും ഇയും നമ്മൾ അവരെ ട്രെയിൻ ചെയ്താണ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങളോടും എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടാൽ പെരുമാറണമെന്ന് മാതാപിതാക്കൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവർ മാതൃകയാവണം. ഇവരുടെ പഠിപ്പിച്ചു കൊടുക്കപ്പെടാതിരുന്നാൽ പിന്നെ ഈ മാതൃകയാണ് അവർ സ്വീകരിക്കുന്നത്. അല്ലാതെ അവർക്ക് തന്നെത്താനെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സൈക്കോളജി വശവുമില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ മകനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, എന്റെ മകനും ഇതുപോലെ ഒരു ഷോയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷോയിൽ കുട്ടി, അതും ഈ 10 വയസ്സിലാണ്. ഇപ്പൊ അവന് 14 വയസ്സുണ്ട്, അന്ന് 10 വയസ്സിൽ. ഈ 10 വയസ്സിലൊക്കെ ഉള്ള കുട്ടികളുടെ ഒരു ഷോയിലൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ, ക്വിസ് പോലത്തെ ഒരു ഷോയിലൊക്കെ പങ്കെടുത്താൽ അവിടെ ഉള്ളവർ അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കും. അല്ലാതെ അവിടെ ആരും ടെൻഷൻ ആക്കില്ല, ആരും നിർബന്ധിക്കില്ല. കാരണം കുട്ടികളാണ്. സ്ക്രീനിൽ വരുമ്പോൾ, ക്യാമറയിൽ വരുമ്പോൾ ചാനലിന് അത് നന്നായി വരണമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കാം. ഈ കുട്ടി അവിടെ വരുമ്പോൾ നമ്മൾ പൊതുവെ കണ്ട ഒരു കാര്യമാണ്, ഓവർവെൽംഡ് ആയിപ്പോയി. ശരിയാണ്. കുട്ടി അമിതാഭ് ബച്ചൻ, ലൈറ്റുകൾ, ക്യാമറ, ചുറ്റുമിരിക്കുന്ന ആൾക്കാർ, ആ ആൾക്കാരിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഇല്ലേ? കുട്ടി ആദ്യം പറഞ്ഞത്, സാറേ ഒന്ന് കൂടുതലൊന്നും പറയണ്ട, റൂൾസ് ഒന്നും വേണം, പഠിപ്പിക്കണ്ട, സാറേ ചോദിച്ചാട്ടെ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൈ അടിച്ചങ്ങ് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തില്ലേ? അത് തന്നെ കുട്ടിക്ക് ഒരു ഉന്മേഷമായി. ഞാൻ എന്തോ നല്ലതായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മളായാലും ഒരു പ്രസംഗ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ച് ആദ്യത്തെ ലൈൻ കൊള്ളാം, 2 കൈയടി കിട്ടിയാൽ നമ്മൾ അതിൽ പിടിച്ചായിരിക്കും പിന്നെ പ്രസംഗിക്കുക. ഇത് തന്നെ ആ കുഞ്ഞിന് സംഭവിച്ചു. പക്ഷേ ആ കുട്ടിയുടെ പാരന്റ്സ് അവിടെ ഇരിക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, അമ്മ വളരെ കൂളായിട്ടിരുന്ന പരിപാടി കാണുകയാണ്, പക്ഷെ അച്ഛൻ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു. അച്ഛന്റെ മുഖത്ത് ഈ ആങ്ഷ്യസ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ, അതാണ് ആ ഷോയെ കുറിച്ചാണ് സംഭവം. അതെ, പറഞ്ഞോളൂ സമീറ. ിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഒരു ട്രെൻഡാണ്, എല്ലാരും ട്രെൻഡിന്റെ പിറകെയാണല്ലോ. ബഹുമാനം അങ്ങനെ വലിയ നിർബന്ധമുള്ള കാര്യമല്ല എന്നൊരു തോന്നൽ, അത് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്. കുട്ടി വന്നിട്ട്, ഇന്ന് ടീച്ചർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ പറഞ്ഞാത്തപ്പോ ടീച്ചർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഉടനെ അച്ഛനും അമ്മയും കൂടെ ടീച്ചറിനെ അവിടെ നിന്നങ്ങ് പറയാണ്, ടീച്ചർ അത് കൊള്ളാം, നമ്മൾ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചിട്ട്. ഈ ഒരു ടോണാണിപ്പോ. ആ ടോണിൽ കുട്ടിയും ആ ടീച്ചറിനെ അത്രയൊക്കെ ബഹുമാനിച്ചാൽ മതി എന്നൊരു കൺക്ലൂഷനിൽ സ്വയം എത്താണ്. അതിന് എക്സ്പീരിയൻസ് ഇല്ല, അതിന് ലോകവിവരമില്ല, അതിന്റെ സമൂഹം, അതിന്റെ സൊസൈറ്റി, അതിന്റെ തിങ്കിങ് ചെറുതാണ്. അവിടെ വെച്ച് അത് ഡിഫൈൻ ചെയ്യുന്നത് ഈ മാതാപിതാക്കൾ പറയുന്ന കേട്ട് മാത്രമാണ്. അപ്പൊ അത് കൊടുക്കുന്ന ബഹുമാനവും അതിലേക്ക് കുറഞ്ഞു ചുരുങ്ങി വരുന്നു. നമ്മൾ കണ്ടുവരികയാണ്. ഇപ്പൊ ഒരുപാട് ഇൻസിഡൻസ് നടക്കുകയാണ്, സ്കൂളുകൾ ടീച്ചേഴ്സിന്റെ ബഹുമാനം ഇല്ലാതെ സംഭവിക്കുന്നത്. അത് എനിക്ക് പറയാൻ തന്നെ നാണക്കേടുള്ള പല സംഭവങ്ങളും. ഇപ്പൊ ടീച്ചറിന്, മാഡത്തിന് അറിയാം, ഓരോ സ്കൂളുകളിലും ഓരോ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ പാരന്റ്സും കുട്ടികളും ഒക്കെ ടീച്ചേഴ്സുമായിട്ട് ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പൊ ഇത് വീടുകളിൽ നിന്ന് തുടങ്ങേണ്ട, വീടുകളിൽ നിന്ന് പഠിപ്പിക്കേണ്ട ചില ബഹുമാന പെരുമാറ്റ രീതികളുണ്ട്. അത് പാരന്റ്സ് തന്നെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർ മാതൃകയാക്കണം. ഇവിടെ വന്ന് ഈ കുട്ടിയുടെ ഈ പരിപാടി ഞാൻ ആദ്യം തന്നെ കണ്ടതാണ്. ഇതിങ്ങനെ വൈറലാകുന്നതിന് മുമ്പ് തന്നെ കുട്ടി കയറിയിരിക്കുമ്പോൾ ഞാനും എന്റെ മോനും ഞങ്ങൾ ഫാമിലിയോടെ കാണുകയാണ്. അപ്പൊ കുട്ടി വന്ന് കയറിയിരിക്കുമ്പോ പാവം അമിതാഭ് ബച്ചൻജിയും വന്ന് ഈ കുട്ടിയെ സഹായിക്കുന്നുണ്ട് കയറിയിരിക്കാൻ, കുറച്ച് ആയതുകൊണ്ട്. അപ്പൊ നോർമലി എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ എന്റെ മകൻ പറഞ്ഞു, കുട്ടി
താങ്ക് യു പറഞ്ഞില്ല ഉമ്മ എന്ന് പറഞ്ഞു. ശരിയാണ്, ആ കുട്ടി താങ്ക്സ് പറഞ്ഞില്ല. കുട്ടി പക്ഷെ ചിലപ്പോ ഒരു വെപ്രാളത്തിലായിരിക്കാം, നമുക്ക് മനസ്സിലാക്കാം, ഒരു വെപ്രാളത്തിലായിരിക്കാം. ഇരുന്ന് കഴിഞ്ഞ് പക്ഷെ കാണാതെ പഠിച്ചോണ്ട് വന്ന പോലെ സമയം കളയുന്ന മോനെ. എല്ലാ ക്വസ്റ്റ്യനും അങ്ങ് ആൻസർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കണം, എങ്കിലേ നമുക്ക് വലിയ ഇത് കിട്ടുള്ളൂ, വലിയ പ്രൈസ് മണി കിട്ടുള്ളൂ. ഈ ഒരു നേടിയെടുക്കുക, എങ്ങനെയും നേടുക. ഇതാണ് പുതിയ പേരൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് വേണം പുതിയ പേരന്റ് തന്നെയായി ഞാനും പറയേണ്ടി വരിക. കാരണം നേടിയെടുക്കുക, നമ്മുടെ കാര്യം സാധിക്കുക, ഇത് കുറച്ച് കൂടുതലാണ് ഇന്നത്തെ കാലത്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനെയും ഇങ്ങനെ കീറി മുറിക്കും. എന്ത് വന്നാലും അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴാണ് കൂടുതൽ കറക്റ്റായി വരുന്നത്. ഈ രണ്ടാമത്തെ ഭാഗക്കാർ പറയും അത്ര വിവരമൊന്നും ഇല്ലാത്തവരും വയസ്സാകില്ലേ, പിന്നെ എന്തിനാണ് വയസ്സന്മാരെ ബഹുമാനിക്കുന്നത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ഓരോ ട്രോളുകളൊക്കെ ആയിട്ട്. ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞിന് ഫോണോ സോഷ്യൽ മീഡിയയോ കൊടുക്കാതിരുന്നാൽ പോലും അതുള്ള കുട്ടികളുമായിട്ടാണ് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നത്. അതുപോലെ കോവിഡ് സമയത്തുണ്ടായ ഒരു വീട്ടിനകത്തിരിപ്പ് ഇതുവരെ സമൂഹത്തിൽ നിന്ന് നന്നായിട്ട് അകറ്റിയിട്ടുണ്ട്. അന്ന് നമ്മളും വീട്ടിനകത്താണ്, കുഞ്ഞുങ്ങളും വീട്ടിനകത്താണ്. ഒരു ചെറിയ സർക്കിളായി മാറിപ്പോയി ഓരോ കുടുംബങ്ങളും. ഇത് ഈ കുഞ്ഞുങ്ങൾ, അതായത് ഇപ്പൊ 10 വയസ്സുള്ള, ഇപ്പൊ 15 വയസ്സുള്ള, ഇപ്പൊ 8 വയസ്സുള്ള കുട്ടികളെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുണ്ടായ ഒരു മിക്സ്ഡ്, അതിന്റെ എല്ലാം കൂടെ പ്രതിഫലനമായിരുന്നു അന്ന് അവിടെ അമിതാഭ് ബച്ചൻ സാറിന്റെ മുമ്പിൽ സംഭവിച്ചത്. അദ്ദേഹം അത് വളരെ നന്നായി ഹാൻഡിൽ ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ പക്വത, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്. ചിലപ്പോൾ മറ്റൊരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുക, ഈ കുഞ്ഞിനോട് ഇങ്ങനെ ആയിരിക്കില്ല ഉത്തരം പറയുക. കുട്ടിയുടെ ആവേശം, അവൻ അവിടെ തോൽക്കാൻ പോകുന്നു, അത് തെറ്റാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ സാധാരണ വലിയ ആൾക്കാർ വരുമ്പോൾ ആ ഒരു പോയിന്റിൽ അദ്ദേഹം അത് തിരുത്താൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്കൊന്നും കൂടെ ആലോചിച്ചുകൂടെ, നിങ്ങൾക്കൊന്ന്. പക്ഷെ അവിടെ അതിന് പോലും സ്പേസ് കുട്ടി കൊടുക്കുന്നില്ല. മാഡം, കുട്ടി ഓവർ കോൺഫിഡൻസിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. നീയാണ് ബെസ്റ്റ്, നീയാണ് മിടുക്കൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അങ്ങനെ തന്നെ കുട്ടി കൊണ്ടുവരികയാണ്. എനിക്ക് റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ കറക്റ്റ് ആണ് എന്നുള്ള ഒരു റോങ് കൺക്ലൂഷനിലെത്തിയ കുട്ടി പുറത്താകുന്നിടത്താണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതിനെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതീവ കോൺഫിഡൻസിൽ പോയി ഒരു കോടി വിൻ ചെയ്താൽ ഈ സംഭവം ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവന്റെ രണ്ടാമതൊരു ആലോചിക്കാനുള്ള മടി, സാഹചര്യത്തിനോട് ബിഹേവ് ചെയ്യാനുള്ള അറിവില്ലായ്മ, അതവനെ പെടുത്തിക്കളഞ്ഞു. അവിടെയാണ് എല്ലാവരും ആ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി എടുത്തിട്ട് കൊടുത്തത്. പിന്നെ ആ സമയത്തുണ്ടായ അച്ഛന്റെ ഒരു എക്സ്പ്രഷനും, പോയല്ലോ, എല്ലാം പോയി എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ആണ്. പക്ഷെ അവൻ നല്ല ചിന്താശക്തിയുള്ള, നല്ലതായി പഠിക്കുന്ന, അറിവുള്ള കുഞ്ഞാണ്. അതുകൊണ്ടാണ് അത് അവിടെ വരെ എത്തിയത്. അതുകൊണ്ടാണ് ആ സ്വന്തം പാനലിൽ നിന്ന് ആദ്യമായി അതാ ഹോട്ട് സീറ്റിലേക്ക് എത്തുന്നത്. അത് കൂടാതെ കുട്ടി ഔട്ടായെന്ന് അറിഞ്ഞിട്ടും അവൻ ആ സമചിത്തതയൊന്നും വെടിയാതെ ചോദിച്ചു, എനിക്ക് ഇത്രയും പ്രൈസ് മണിയല്ലേ കിട്ടിയുള്ളൂ, അപ്പൊ താങ്കളുടെ കൂടെ എനിക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കില്ലല്ലോ. അത്രയും ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് മാതൃകകൾ, അല്ലെങ്കിൽ ആ പേരൻസ് കൊടുത്ത ശിക്ഷണത്തിന്റെ ഒരു ചെറിയ കുറവ്, അതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് അങ്ങനെ ബിഹേവ് ചെയ്തത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, എന്തായാലും